നമസ്കാരം. നമ്മുടെ മനസ്സ് ശാന്തമായിരിക്കുമ്പോൾ ജീവിതം എത്ര സമാധാനമുള്ളതാണ് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ അഹങ്കാരം നിയന്ത്രണം ഏറ്റെടുക്കുമ്പോൾ ആ ശാന്തി വേഗത്തിൽ ഇല്ലാതാവും. ഈഗോ നമ്മുടെ ഉള്ളിൽ നിശബ്ദമായി ജീവിക്കുന്ന ശത്രുവാണ്. അഹങ്കാരം നിങ്ങളുടെ ശത്രുവാണെന്ന് അത് ഒരിക്കലും വിളിച്ചു പറയില്ല. പക്ഷേ അത് നിങ്ങളെ നിശബ്ദമായി നശിപ്പിക്കും. അഹങ്കാരം എങ്ങനെ നമ്മുടെ ആത്മശാന്തിയെ തടസ്സപ്പെടുത്തുന്നു, നമുക്ക് ചുറ്റുമുള്ളവരുടെ സമാധാനം എങ്ങനെ തകർക്കുന്നു എന്ന് നോക്കാം. അഹങ്കാരം ആത്മവിശ്വാസമല്ല. അഹങ്കാരം ആത്മാഭിമാനവുമല്ല. അഹങ്കാരം നമ്മുടെ ആന്തരികമായ ശബ്ദമാണ്. അത് എപ്പോഴും ഇങ്ങനെ പറയുന്നു: ഞാൻ ശരിയാണ്, മറ്റുള്ളവർ തെറ്റാണ്. എന്തിന് ഞാൻ വഴങ്ങണം? ഞാൻ പറഞ്ഞതല്ലേ ശരി. അഹങ്കാരം നമ്മുടെ അഭിപ്രായങ്ങളോടും അറിവിനോടും നമ്മെ ബന്ധിപ്പിക്കുന്നു. നമ്മുടെ അഭിപ്രായങ്ങളുമായി നമ്മുടെ വ്യക്തിത്വത്തെ അഹങ്കാരം ബന്ധിപ്പിക്കുന്നു. താരതമ്യം, അഭിമാനം, സ്വയം തെളിയിക്കേണ്ടതിൻ്റെ ആവശ്യകത, ഇതിനെപ്പറ്റി അഹങ്കാരം നിങ്ങളെ നിരന്തരം ഓർമ്മപ്പെടുത്തുന്നു. ആത്മവിശ്വാസം നിങ്ങൾക്ക് വളർച്ച നൽകും. എന്നാൽ ഈഗോ നിങ്ങളെ വികാരങ്ങൾ കൊണ്ട് അന്ധനാക്കും. മനഃശാന്തി ലഭിക്കുന്നത് നമ്മുടെ മനസ്സ് സമത്വത്തിലും സമാധാനത്തിലും സഹകരണത്തിലും ആയിരിക്കുമ്പോഴാണ്. പക്ഷേ അഹങ്കാരം നമ്മുടെ ഉള്ളിൽ കൊടുങ്കാറ്റ് സൃഷ്ടിക്കുന്നു. അഹങ്കാരം പ്രതീക്ഷകൾ സൃഷ്ടിക്കുന്നു. എനിക്ക് കൂടുതൽ ബഹുമാനം ലഭിക്കണം, കൂടുതൽ ശ്രദ്ധ ലഭിക്കണം എന്ന് ചിന്തിക്കുന്നു. അത് പ്രകടിപ്പിക്കുന്നു. പ്രതീക്ഷകൾ നിറവേറാതെ പോയാൽ കോപം, നിരാശ, സമ്മർദ്ദം, ഇതായിരിക്കും പ്രതികരണങ്ങൾ. അഹങ്കാരം നമ്മെ താരതമ്യത്തിലേക്ക് നയിക്കുന്നു. മറ്റുള്ളവരെ നോക്കി നമ്മുടേതായ സന്തോഷം നഷ്ടമാക്കുന്നു. അഹങ്കാരം ക്ഷമിക്കാൻ വിസമ്മതിക്കുന്നു. പക സൂക്ഷിക്കുന്നത് മറ്റേയാൾ കഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിച്ച്, പക്ഷേ സ്വയം വിഷം കുടിക്കുന്നത് പോലെയാണത്. അഹങ്കാരം നിയന്ത്രണം വേണമെന്ന് ആവശ്യപ്പെടും. മറ്റുള്ളവർ നമ്മളുടെ രീതിയിൽ പെരുമാറണം, ഇല്ലെങ്കിൽ അസഹിഷ്ണുത തുടങ്ങും. അഹങ്കാരം ഉള്ളിടത്ത് ശാന്തി നിലനിൽക്കില്ല. അഹങ്കാരം നമ്മുടെയും മറ്റുള്ളവരുടെയും വളർച്ച തടയുന്നു. ബന്ധങ്ങളെ ഇല്ലാതാക്കുന്നു. സംസാരങ്ങളെ തർക്കങ്ങളാക്കുന്നു. സ്നേഹം നശിച്ച് മറ്റുള്ളവരെ ഭരിക്കാൻ തുടങ്ങും. ടീം വർക്ക് മത്സരമാക്കി മാറ്റുന്നു. ഒട്ടേറെ കുടുംബങ്ങൾ, സൗഹൃദങ്ങൾ, ബന്ധങ്ങൾ അമിതമായ അഹങ്കാരം മൂലം പിരിയുന്നു. ഈഗോ ഉള്ളവർ ബഹുമാനം ആവശ്യപ്പെടും, പക്ഷേ മറ്റുള്ളവർക്ക് ബഹുമാനം നൽകാൻ മറക്കും. അഹങ്കാരത്തോടെ സംസാരിക്കുമ്പോൾ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാനും മനസ്സിലാക്കാനും കഴിയില്ല. ഒരു ചെറിയ ഉദാഹരണം നോക്കാം. രണ്ടുപേർ തമ്മിൽ തർക്കം. ഇരുവരും പറയുന്നത് ഒറ്റ വാക്ക്: ഞാനാണ് ശരി. രണ്ടുപേരും വാദിക്കുന്നു. രണ്ടുപേരും അസ്വസ്ഥരാണ്. രണ്ടുപേരുടെയും സമാധാനം നഷ്ടപ്പെടുന്നു. പക്ഷേ ഒരാൾ അഹങ്കാരം വിട്ട് മനസ്സിലാക്കാൻ തുടങ്ങിയാൽ അന്തരീക്ഷം മാറും. സ്വയം ശാന്തമായിരിക്കാനും നമുക്ക് ചുറ്റുമുള്ളവരുടെ ശാന്തി സംരക്ഷിക്കാനും അഹങ്കാരം കുറയണം. മറ്റുള്ളവരെ ബഹുമാനിക്കുന്നത് നിങ്ങളെ ചെറുതാക്കില്ല. കൂടുതൽ കേൾക്കുക, കുറച്ച് പ്രതികരിക്കുക. നമുക്ക് തെറ്റുപറ്റാം എന്ന സത്യം മനസ്സിലാക്കുക. സംഘർഷത്തിന് പകരം സമാധാനം തിരഞ്ഞെടുക്കുക. എല്ലാ വാദവും ജയിക്കണമെന്ന നിർബന്ധ ബുദ്ധി നിയന്ത്രിക്കണം. സ്വയം മാറാനുള്ള ശ്രമങ്ങൾ ആണ് യഥാർത്ഥ ആത്മശാന്തിയുടെ തുടക്കം. അഹങ്കാരം ഒരിക്കലും സന്തോഷം, സ്നേഹം, ബഹുമാനം എന്നിവ നൽകില്ല. എന്നാൽ അത് അവയെ ഉറപ്പായും നശിപ്പിക്കും. ശക്തി ഈഗോയിൽ ഇല്ല,
ശക്തി ശാന്തമായ മനസ്സിലും സമാധാനമുള്ള ഹൃദയത്തിലുമാണുള്ളത്. അഹങ്കാരം കുറയുമ്പോൾ മനസ്സിലേക്ക് സമാധാനം തിരിച്ചു വരും. മനസ്സിൻ്റെ ശക്തിയും വ്യക്തതയും വർദ്ധിക്കും. അതുമാത്രമല്ല, ചുറ്റുമുള്ള ലോകവും കൂടുതൽ സമാധാനമുള്ളതായി മാറും. ഈഗോ കുറയുക എന്നത് ബലഹീനതയല്ല, മറ്റുള്ളവർക്ക് ചൂഷണം ചെയ്യാൻ പറ്റുന്ന ഒരാളായി മാറുകയുമല്ല. മറിച്ച് അത് സമാധാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ലക്ഷണമാണ്. ശാന്തതയോടെ വിനയത്തോടെ ജീവിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരെയും നമ്മളെയും കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ തുടങ്ങും. അതാണ് യഥാർത്ഥ ശാന്തിയിലേക്കുള്ള വഴി. എല്ലാവർക്കും നല്ല നിമിഷങ്ങൾ നേരുന്നു. I am Jane Pascal, signing off.